വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് എന്താ നിങ്ങൾ 9ാം ക്ലാസ്സിന്റെ ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. സോ ആ കാര്യം പറയാനായിട്ടാണ് നമ്മളിപ്പോ ഏറ്റവും പെട്ടെന്ന് തന്നെ അങ്ങനെ രാവിലെ തന്നെ നിങ്ങളെ കാണാനായിട്ട് ഇപ്പൊ വന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എപ്പോഴും ഫൈനൽ എക്സാം എന്ന് പറയുമ്പോൾ മാർച്ച് എന്നുള്ള മാസമാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. പക്ഷെ നമ്മൾ എല്ലാവരും അതിശയിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം ഇത്തവണ ഫൈനൽ എക്സാം ആനുവൽ എക്സാം വന്നിരിക്കുന്ന ഫെബ്രുവരി ആണ്. അതും ഫെബ്രുവരി 24-ന് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യെസ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ടേബിളിലേക്ക് പോകാം. സമയം കളയണ്ട. സോ 24-ാം തീയതി ഫെബ്രുവരി 24 തിങ്കളാഴ്ച നിങ്ങൾക്ക് 2 പേപ്പറുകളുണ്ട്. ഒന്ന് ഫസ്റ്റ് പേപ്പർ അല്ലെ, ലാംഗ്വേജിന്റെ ഫസ്റ്റ് പേപ്പറും ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം എന്താ ഇംഗ്ലീഷ് എക്സാം ഉണ്ട്. സോ 2 ലാംഗ്വേജ് പേപ്പറുകൾ നിങ്ങൾ ഒരേ ദിവസം അല്ലെ 24-ാം തീയതി തിങ്കളാഴ്ച നിങ്ങൾ എഴുതണം. ഓക്കെ, യെസ്. അത് കഴിഞ്ഞ് 25-ാം തീയതിയും ഇതേപോലെ നിങ്ങൾക്ക് 2 എണ്ണമാണ്. അതിൽ രാവിലെയുള്ള എക്സാമിന് നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് അല്ലെ, നിങ്ങളുടെ പേപ്പർ 2 ആയിരിക്കും എഴുതുന്നുണ്ടായിരിക്കുക. ആൻഡ് നിങ്ങൾക്ക് അന്ന് നമ്മുടെ സ്വന്തം ബയോളജി കൂടി ഉണ്ട്. അതെ, അപ്പൊ അന്ന് നമ്മൾ എന്തായാലും ലൈവിൽ ഉണ്ടായിരിക്കും. ഞാനും അഭിസാറും അശ്വിനും മിസ്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അന്ന് നമ്മൾ എന്തായാലും ഉഷാറാക്കും, പേടിക്കണ്ട. സോ ഗ്യാപ്പ് ഇല്ല, അതും കൂടെ പ്രത്യേകം പറയണം. 24-ാം തീയതി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ 2 സബ്ജക്റ്റുകൾ, ഇപ്പൊ മലയാളം സെക്കൻഡ് അതേപോലെ തന്നെ എന്താ ബയോളജി ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ 2 സബ്ജക്റ്റും അന്ന് തന്നെ പഠിക്കണം. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ദിവസം ഗ്യാപ്പേ ഉള്ളൂ. യെസ്, 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ്. സോഷ്യൽ സയൻസിന്റെ എക്സാം ആണ്. ഒരുപാട് പഠിക്കാനുള്ളതാണ് അല്ലെ. SS1 SS2 ആയിട്ട് വലിയ ബ്രോഡ് ആയിട്ടുള്ള സിലബസ് ആണ്. ഒരു ദിവസം ഒന്നും പോരാ പഠിക്കാൻ. പക്ഷെ നേരത്തെ നിങ്ങൾ പഠിച്ച് സെറ്റാക്കി വെക്കണം. നമ്മളെ മാരത്തോൺ ലൈവുകളൊക്കെ കാണാം അല്ലെ. നമ്മളെ മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിന്റെയും എല്ലാ സബ്ജക്റ്റിന്റെയും മാരത്തോൺ ലൈവുകൾ നിങ്ങൾ കയറണം. യെസ്, അത് കഴിഞ്ഞ് വീണ്ടും ഗ്യാപ്പ് ഇല്ല. സോഷ്യൽ കഴിഞ്ഞ് പിറ്റേ ദിവസം അന്ന് വൈകിട്ട് തന്നെ നിങ്ങൾ വന്നിട്ട് ഏത് പഠിക്കാനിരിക്കണം? ഫിസിക്സ് എക്സാം. കാരണം നിങ്ങൾക്ക് 28-ാം തീയതി ഫ്രൈഡേ ഫിസിക്സിന്റെ എക്സാം ആയിരിക്കും. അത് ഫ്രൈഡേ ആയതുകൊണ്ട് 2 മണിക്കായിരിക്കും എക്സാം തുടങ്ങുക. ബാക്കിയുള്ള ദിവസത്തേക്ക് 1:30-ക്കായിരിക്കും എക്സാം തുടങ്ങുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ ഇത്രയും എക്സാമുകൾ അല്ലെ, നിങ്ങൾ ഏകദേശം 6 പരീക്ഷകൾ ഫെബ്രുവരി മാസത്തിൽ എഴുതണം അല്ലെ. 2, 4, 6 എക്സാം എഴുതണം. 6 എക്സാം കഴിഞ്ഞു, 6 എണ്ണം കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ളത് 3 എണ്ണമാണ്. ആ 3 എണ്ണം എന്ന് പറയുന്നത് ഇനി മാർച്ച് 6-ാം തീയതിയാണ് പിന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതായത് നിങ്ങൾ മറന്നു പോകരുത്, ഫെബ്രുവരി 28 കഴിഞ്ഞാൽ പിന്നെ 5 ദിവസമേ ഉള്ളൂ. 31-ാം തീയതി വരെ ഇല്ല, 30-ാം തീയതി 31 ഇല്ല, ഫെബ്രുവരി 28 വരെ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് 6-ാം തീയതി തൊട്ട്, അതായത് 5 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് എക്സാം ആണ്. ആ 5 ദിവസവും നിങ്ങൾ മാത്സ് എക്സാമിന് തന്നെ കൊടുക്കുക. കാരണം എന്താന്ന് വെച്ചാൽ എന്താണ് പിന്നെ എക്സാം വരുന്നത്? പിന്നെ ഹിന്ദിയും കെമിസ്ട്രി, അതിന് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. ഹിന്ദിക്ക് 2 ആഴ്ച ഗ്യാപ്പ് ഉണ്ട്, കെമിസ്ട്രിക്കും 4 ദിവസം ഉണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും എനിക്ക് 10-18 ദിവസം ഉണ്ട്. അപ്പൊ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് 2 സബ്ജക്റ്റും പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ 20-ാം തീയതി ഹിന്ദിയും അത് കഴിഞ്ഞ് 25-ാം തീയതി കെമിസ്ട്രിയോട് കൂടി നിങ്ങളുടെ മെയിൻ സബ്ജക്ട്സ് കഴിയും. പിന്നെ 27-ാം തീയതി ഉള്ളത് നിങ്ങൾ എന്താ വർക്ക് എക്സ്പീരിയൻസ്, കലാകായിക പ്രവൃത്തി പരിചയം എന്ന് പറയുന്ന ഒരു എക്സാം ആണ്. മെയിൻ എക്സാമുകളൊക്കെ 25ഓട് കൂടെ തന്നെ കഴിയും. നിങ്ങളുടെ സബ്ജക്ട്സ് മെയിൻ സബ്ജക്റ്റുകൾ 25ഓട് കൂടി കഴിയാണ്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ മാർച്ചിൽ വരുന്ന എല്ലാ എക്സാമും സമയം നോക്കുക രാവിലെയാണ് കേട്ടോ. മാർച്ചിലെ 3 എക്സാമുകളും ഈ പറയുന്ന പോലത്തെ 4 എക്സാമും വരുന്നത് പകൽ, അതായത് ഫോർനൂണിലായിരിക്കും. ബാക്കിയുള്ള എക്സാം നിങ്ങൾക്ക് ഈ പറയുന്ന ഫെബ്രുവരിയിൽ വരുന്നത് നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും ആയിരിക്കും ഉണ്ടായിരിക്കാം. യെസ്, അപ്പം ഇത്രയും കാര്യങ്ങൾ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഫെബ്രുവരിയിൽ കുറച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. മാർച്ചിൽ നിങ്ങൾക്ക് ഓരോ എക്സാം കഴിഞ്ഞാൽ വലിയ വലിയ ഗ്യാപ്പുകൾ ഉണ്ട്, പക്ഷെ ഫെബ്രുവരിയിൽ അത് ഉണ്ടാവില്ല. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത് എന്താ പണി കിട്ടുന്നു പറഞ്ഞത്. ഇത്രയും പെട്ടെന്ന് ഏറ്റവും മനോഹരമായിട്ട് നന്നായിട്ട് റിവൈസ് ചെയ്ത് നമ്മളുടെ ഇവിടുത്തെ എന്താ ഷോർട്ട് വീഡിയോയും കോണ്ടന്റ് വീഡിയോയും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് മാരത്തോണുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ എക്സാമിന് അങ്ങോട്ട് വിടുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഓർത്ത് ടെൻഷൻ വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റിലും അപ്ലോഡ് ചെയ്യുന്ന ഈ പറയുന്ന കോണ്ടന്റ് വീഡിയോസും ഷോർട്സും ഒക്കെ കൃത്യമായിട്ട് കാണുക, ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ലൈവുകളിലേക്കും കൃത്യമായിട്ട് ലൈവ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി വരുന്ന ലൈവുകളെല്ലാം കയറുക. അതേപോലെ നമുക്കിപ്പോ ക്വസ്റ്റ്യൻസ് സിലബസ് മാറിയതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ടാവും, ഓരോ പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സോൾവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് കാണുന്നു അത്രത്തോളം നിങ്ങൾക്ക് എക്സാം ഈസി ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യും, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിക്കുക. എല്ലാവരോടും പറയാം നമ്മളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ലൈവ് ഉണ്ട് കാര്യങ്ങളൊക്കെ പറയാം. അപ്ഡേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരെയും കാണാം. ബൈ.